കണ്ടുറന്നു ഇന്നൂരാവൂ സാദ്രമായി കണ്ടുറന്നു സാദ്രമായി. അല്ലോ മിസ്റ്റർ, എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചെന്താ? എന്താ വിഷയം എന്താ? ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്ന ചേട്ടാ. ആണല്ലേ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും, അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ താൻ എല്ലാ പാട്ടും പാടും? എല്ലാ പാട്ടും പാടും. അപ്പൊ ഒരു കാര്യം ചെയ്യ്. നമ്മുടെ മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും കൂടി അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, ആ പടത്തിലെ പാട്ട് പാടും. യോധ. യോധയല്ലേ? ഏത് പാട്ടാണ്? യോധല്ലേ? യോധല്ലേ? പടകാലിൽ ചണ്ടിച്ചക്രി കോക്രി മക്രി അടിന് ഏത് പാട്ട്? പാട്ടറിയാൻ പാടില്ല. എങ്ങനെ? പടകാലിൽ ചണ്ടിച്ചക്രി കോക്രി മക്രി അടിന് ഭഗവതി. എടോ, പടകാളി ചണ്ടിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി, അതാണ്. ഓക്കെ. പടകാളി ചങ്കിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയണമേ. പടകാളി ചങ്കിച്ചങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി കരിമോടിൽ തിരി കരിയണമേ. എന്തിനാണ് എന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? നീ ആ പാട്ട് പാടണ്ട. പാടുന്നില്ല. നീ വേറൊരു ഹിന്ദി പാട്ട് പാടി. ഹിന്ദി പാട്ടോ? ഒരു ഹിന്ദി പാട്ട് പാടി. ഏതാന്ന് പറയാട്ടോ? ഹിന്ദി പാട്ടാ? ആ. तू जूस बड़ी का मस्त खोई, तू जूस बड़ी का मस्त बन, എന്താ? तू जूस बड़ी का मस्त खोई, तू जूस बड़ी का मस्त बन. എടോ, തൂ ചീസ് ബടി ഹെ മസ്ത്, അതാണ്. അത് പാട്ട് നല്ല പാട്ടാ. ആ പാട്ട് പാടി മതി. ചൂതുമടി മസ്ത് മസ്ത് തൂ ചൂതുമടി മസ്ത് മസ്ത്. എന്തിനാണ് എന്നെ വെറുതെ ഇട്ടിങ്ങനെ കരയിപ്പിക്കുന്നത്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ? ഇല്ല, എന്റെ ചേട്ടനെ കരയിപ്പിക്കത്തില്ല. നീ ആ പാട്ടൊന്നും പാടണ്ട. ഒന്നും പാടുന്നില്ല. നീ ഒരു സപ്രിയ സംഗീതം പഠി. എന്ത് സംഗീതം? എന്താ പറഞ്ഞത്? സപ്രിയ സംഗീതം. സാപ്രിയ സംഗീതമല്ല, ശാസ്ത്രീയ സംഗീതം. ഇങ്ങനെയും പറയും. അത് പടി. ഏത് പടത്തിലാന്ന് പറയാട്ടോ? നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാന്നും പറഞ്ഞു. ബാറാം തമ്പുരാൻ, ആറാം തമ്പുരാൻ. ആ പടത്തില് പാട്ടു. അതിലേത് പാട്ടാ? ഏത് പാട്ടാണ്? ആ. ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയദൂതമയ മോഹനഗാനമോ പതുമൊഴിരാതെ നിന്നെ തേടി. ഒരു പാട്ട് പാടാൻ പറയുമ്പോ എന്നിട്ട് കരയിപ്പിക്കുകയാണോ നീ? എന്താ നോക്കണോ നീ? എടോ, പാവം കിട്ടല്ലോ അയാളെ തല്ലാൻ. താൻ എന്തിനാണ് അയാളെ തല്ലി? എന്തിനാ അയാൾ തല്ലി? പിന്നെ ഒരു പാട്ട് പാടാൻ പറയുമ്പോ അയാൾ മര്യാദക്ക് പാട്ട് പാടിയല്ലോ ഇവിടെ. താൻ പാടുമല്ലേ? ഇതിനെക്കാളും ഞാൻ പാടും. താൻ പാടുവോ? താൻ ഒരു പാട്ട് പാടിക്കോ, പാടിക്കോ. എത്ര പൂക്കാലമിനി, എത്ര നവരാത്രി, എത്ര മധുമാസം ചമ്മച്ചിയായി. എടാ, ഇത് യേശുദാസ് പാടിയതല്ല. എത്ര പൂക്കാലം ഇനി, എത്ര നവരാത്രി ഇനി എന്ന് പറഞ്ഞ് യേശുദാസ് പാടിയ പാട്ടല്ലോ. അല്ല മിസ്റ്റർ, യേശുദാസിന് മാത്രം പാടിയാൽ മതി ഇവിടെ. എങ്ങനെ? നോട്ട് ദ പോയിന്റ്. യേശുദാസിന് മാത്രം പാടിയാൽ മതിയോ കേരളത്തിൽ? ഇപ്പൊ താൻ പാടി ഞാൻ കേട്ടു ഇവിടെ. അങ്ങനെ സംസാരിച്ചു. താനങ്ങനെ സംസാരിപ്പോടായിരുന്നു. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ടോ? എന്തോ? എനിക്ക് തലവേദന എടുക്കുന്നു. അല്ലാതെ ഞാനിപ്പോ കാണിച്ചു ഞാൻ പോവാ. താൻ എവിടെ പോണു? താൻ എങ്ങോട്ട് പോണേ? തലവേദന എടുക്കുമെന്ന് എങ്ങോട്ടായി പോണത്? ഞാൻ പോട്ട് വരാന്ന്. എവിടെയാണെന്ന്? ഞാൻ ഹോസ്പിറ്റലിൽ പോണു. എടോ, വിവരമില്ലാത്തവൻ ആ ഡോക്ടറെ അടുത്ത് പോയണ്ട. അയാൾ കാലേവാരി നിലത്തിട്ടടിക്കും, കള്ളും കുടിച്ചു. ഡോക്ടറാ? എന്നാ ഡോക്ടറെ കണ്ടിട്ട് തന്നെ കാര്യം. തന്നെ വന്നേ, ഇങ്ങോട്ട് വന്നേ.
ഈ കള്ളു കുടിച്ചോണ്ട് അങ്ങോട്ട് അയാൾ പിടിച്ചിടിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, താൻ തലവേദന ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് തലവേദന ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളുടെ കാന്തിയുള്ള ആ സോപ്പിട്ട് രാധാസിട്ട് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വരും. അവള് വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ജനൊക്കെ എടുത്ത് എന്റെ നെറ്റിയിൽ ഇങ്ങനെ തടവി തരും. അപ്പൊ എന്റെ തലവേദന പമ്പ കിടക്കും. ഇത് ചെയ്താൽ മതി. എരുമേലി കിടക്കുവോ? പമ്പ കിടക്കുമെന്ന്. പമ്പേ കിടക്കുന്നു. ഞാൻ വിചാരിച്ച എരുമേലിയും കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഒരു കാര്യമില്ല. വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പെട്ടിട്ട് മറ്റേ രാമച്ചത്തിന്റെ കുളിര് കസ്തൂരി മഞ്ഞളിലെ കാന്തി ഉള്ള ഭ്രാന്താസ് അല്ല രാധാസ്. ആ സോപ്പിട്ട് കുളിച്ച് കൂട്ടപ്പെട്ടായിട്ട് ബ്രെഡേ കിടക്കാം. ബ്രെഡ് അല്ലടോ, ബെഡേ കിടക്കുക. അവിടെ കിടക്കാം. അപ്പൊ ഇന്ന് വിടുവോ? മറ്റേ നേരത്തെ പറഞ്ഞില്ലേ? എന്ത്? നേരത്തെ പറഞ്ഞ ആളില്ലേ? ആരോ തന്നെ പെണ്ണുമ്പോഴൊന്ന് വിടുവോന്ന്. എന്തിന്? ഇന്ന് തടവാൻ. ഓരോ അടി വരുന്ന വഴിയിൽ